നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. അങ്കമാലിയിലെ ഹരിത പോളിംഗ് ബൂത്ത് ഏറെ ശ്രദ്ധ നേടുന്നു. അങ്കമാലി നഗരസഭയിലെ സെന്റ് ജോസഫ് സ്കൂളിൽ വരുന്ന 91 നമ്പർ ബൂത്താണ് ഏറെ ശ്രദ്ധ നേടുന്നത്. ഹെൽത്ത് വിഭാഗം സന്തോഷ് സാറും രജിസ്ട്രാർ പ്രകാശ് സാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഹരിത പോളിംഗ് ബൂത്താണ് ഇന്ന് അങ്കമാലിയിലെ ചർച്ചാ വിഷയം. അങ്കമാലി പോളിംഗ് സ്റ്റേഷൻ്റെ 90-91 ബൂത്തുകൾ ഹരിത ബൂത്തായിട്ട് അങ്കമാലി നഗരസഭയുടെ കീഴിൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരെ കഠിനാധ്വാനം ചെയ്ത് ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഹരിത പ്രോട്ടോക്കോൾ വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ അങ്കമാലി നഗരസഭ അത് വളരെ നന്നായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചു. ഞാൻ 91 ബൂത്ത് നമ്പറിലെ പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഇവിടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഹരിത ബൂത്തായിട്ട് ഇത് അതിൻ്റെ സജ്ജീകരണങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഈ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ മുഴുവൻ പ്രക്രിയകളും നന്നായിട്ട് നടത്തുവാനായിട്ട് ജനങ്ങളുടെയും സഹകരണം പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അത് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഹരിത ബൂത്തായിട്ട് സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടടുത്ത് പോളിംഗ് ശതമാനം 50 കടന്നതായി റിപ്പോർട്ട്. വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം പലയിടങ്ങളിലും പോളിംഗ് വൈകി. എങ്കിലും 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു. ഞാൻ കറുകുറ്റി മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ്. എൻ്റെ പേര് KP പോളി.
കറുകുറ്റി മണ്ഡലത്തിൽ UDFന് വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ പല ബൂത്തുകളിൽ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം LDFന് മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളിൽ പോലും UDFന് അനുകൂലമായൊരു വലിയ തരംഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ തരംഗമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് UDFന് വലിയ ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ 21 ബൂത്തുകൾ ഉള്ളതിൽ 2 ബൂത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ബൂത്തുകളിലും UDF മുൻതൂക്കം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെന്നി ബെഹനാൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന മികവും LDFനും BJPക്കും എതിരെയുള്ള ഭരണവിരുദ്ധ തരംഗവും ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുക്കും ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ശ്രീ KP അയ്യപ്പൻ മണ്ഡലം പ്രസിഡന്റും UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കും ഈ സെബാസ്റ്റ്യൻ പൈനാടത്ത് UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എന്ന നിലയ്ക്കും അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ, മുൻ പ്രസിഡന്റ് ശ്രീ ഷാജു വി തെക്കേക്കര ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വലിയ കൂട്ടായ്മയോടുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ വികസന മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊക്കെ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അപസ്വരങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിൽ ബെന്നി ബെഹനാന് വലിയ ഭൂരിപക്ഷം നേടുന്നുള്ള ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങൾ കറുകുറ്റിയിലെ UDF പ്രവർത്തകർ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.